കേരളത്തിലെ മനുഷ്യരുടെ ജീവനിട്ട് പന്താടുന്ന ആരോഗ്യമന്ത്രിയെ ന്യായീകരിക്കാനും ആ പാർട്ടിക്കകത്തും കേരളത്തിലും കുറേ പുങ്കവന്മാരുണ്ട്. നല്ലത് തന്നെയാണ് മന്ത്രി കൊച്ചമ്മയെ കൊണ്ടു നടക്കുക. ഇതിനു മുമ്പ് ടീച്ചറമ്മയായിരുന്നു, ഇപ്പോൾ ആ കൊച്ചമ്മയും വന്നിട്ടുണ്ട്. മന്ത്രി ബിന്ദു കൊച്ചമ്മയും ന്യായീകരിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. CPM പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ന്യായീകരണം അതിൻ്റെ വഴിയിലൂടെയും വരുന്നുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ പ്രതിപക്ഷം ശക്തമായിട്ട് വീണ ജോർജിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വീണ ജോർജ് 2016 മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ വലിയ വിവാദം ഉണ്ടാക്കിയതാണ്. സഭയുടെ സ്ഥാനാർത്ഥിയാണ്. സഭ വേണ്ട തരത്തിൽ പാർട്ടിയെ കണ്ട് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. പാർട്ടി പണത്തിൻ്റെ മീതെയൊക്കെ തന്നെ ആയിരിക്കാം അങ്ങനെ വാങ്ങിയ ഒരു സീറ്റാണ് വീണ ജോർജ് വിജയിച്ചു വന്നത്. ഇതിനിടയ്ക്ക് 2019 പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച് വിജയിച്ച് MP ആക്കി വിടാനുള്ള ഒരു ശ്രമവും നടത്തി. അതും സഭയുടെ ഒരു മോഹമായിരുന്നു, ഞങ്ങൾക്കൊരു MP വേണമെന്നുള്ള മട്ടിൽ. അത് തോറ്റു തുന്നം പാടി 2021 അത് തോറ്റു തുന്നം പാടി കഴിഞ്ഞാൽ 21 വീണ്ടും നിയമസഭയിലേക്ക് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വേണമെന്നും ആയി സഭ. അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ഇത്രയും പച്ചക്കള്ളം പറയുന്ന ഒരു മന്ത്രി കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. അത് ആരോഗ്യമോ വിദ്യാഭ്യാസമോ എന്തുവോ ആയിക്കൊള്ളട്ടെ, എല്ലാ മന്ത്രിമാരും ഒന്നിനൊന്ന് ദുരന്തത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വീണ ജോർജ് കേരളത്തിന് തന്നെ ഒരു ശാപമായി തീർന്നിരിക്കുകയാണ്. കോൺഗ്രസ് അതിശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഈ അവസരത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രൊഫസർ G. ബാലചന്ദ്രൻ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ആരോഗ്യമന്ത്രിയോട് പൊതുസമൂഹവും മാധ്യമങ്ങളും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ വീണ ജോർജിനോടല്ല, സംസ്ഥാന ആരോഗ്യമന്ത്രിയോടാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പരിഹസിക്കുകയും മറുചോദ്യങ്ങൾ ചോദിച്ച് ചെറുതാക്കുകയും ചെയ്യുന്ന അവതാരക ബുദ്ധി നല്ലതാണ്. പക്ഷേ അത് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. കേരളത്തിലെ ഓരോ പൗരനോടും മന്ത്രിക്ക് ബാധ്യതയുണ്ട്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നാവരുത് മന്ത്രിമാരുടെ മറുപടി. പാർട്ടിയും സർക്കാരും രണ്ടും രണ്ടാണെന്ന ബോധ്യമുണ്ടാവണം. തെറ്റുപറ്റാത്തവരായി ലോകത്തിൽ ഗർഭസ്ഥ ശിശുവും മൃതശരീരവും മാത്രമാണുള്ളത് എന്ന് പറഞ്ഞത് മഹാനായ ലെനിനാണ്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ദാരുണമായ സംഭവത്തിന് ഈ ഭരണകൂടവും ഉത്തരവാദികളാണ്. നവമി എന്ന മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന ബിന്ദു എന്ന വീട്ടമ്മ ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് രക്തസാക്ഷിയായി. കെട്ടിടം വീണ പാടെ മന്ത്രി വീണയും വാസവനും ഓടിയെത്തി. അത് ഉപയോഗശൂന്യമാണെന്നും ചപ്പുചവറുകൾ കൂട്ടിയിട്ട സ്ഥലമാണെന്നും പറഞ്ഞ് തടി തപ്പാൻ നോക്കി. അതോടുകൂടി രക്ഷാപ്രവർത്തനം നിലച്ചു. കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീ എന്നേക്കുമായ കുടുംബത്തിന് നഷ്ടമായി. എത്ര ലാഘവത്തോടെയാണ് ഈ മന്ത്രിപ്പട ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞത്. കെട്ടിടം വീണ സമയത്തും മന്ത്രി 2014 UDFൻ്റെ കാലത്ത് ഉത്തരവുകളുടെ കോപ്പി എടുത്തുകൊണ്ട് തർക്കിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തുനിഞ്ഞിരുന്നുവെങ്കിൽ മനുഷ്യജീവൻ രക്ഷിക്കാമായിരുന്നു. ദുരന്തമുഖത്ത് കാണിക്കേണ്ട സാമാന്യ മര്യാദയുണ്ട്, അതുണ്ടായില്ല. ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചത് കൊണ്ട് കാര്യമില്ല. പിഴവുകൾ പരിഹരിക്കണം. കോടികൾ മുടക്കി വാങ്ങിക്കൂട്ടിയ വില കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കാലഹരണപ്പെട്ടുപോയി. സിസ്റ്റത്തിൻ്റെ തകരാർ. മൊത്തത്തിൽ ഒരു പരിശോധനയും വിലയിരുത്തലും. ബിന്ദുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരവും കൈത്താങ്ങും നൽകണം. അതിനുവേണ്ടി ശബ്ദമുയർത്തിയ ചാണ്ടി ഉമ്മൻ MLAക്കെതിരെ കേസെടുത്ത് തലയൂരാനാണ് ശ്രമം. ഇതൊക്കെ കണ്ടും കേട്ടും പാവ ആരോഗ്യമന്ത്രി ആശുപത്രിയിലായി. തൽക്കാലം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയണ്ടല്ലോ. വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ചു. ജനങ്ങൾ പെരിയതനുസരിച്ച് രോഗങ്ങളും വർദ്ധിച്ചു. മുട്ടാത്തർക്കം പറഞ്ഞ് തടി തപ്പാനല്ല ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത്,
കാലോചിതമായ മാറ്റം മന്ത്രിമാർക്കും ഭരണകർത്താക്കൾക്കും ഇനിയെങ്കിലും ഉണ്ടാവണം. പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് പാവപ്പെട്ട ജനത്തിന് ലഭിക്കുന്നില്ല. അവരുടെ ആശ്രയ കേന്ദ്രം സർക്കാർ ആശുപത്രികളാണ്. അവിടെ വരുന്ന സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഉള്ളുരുകി പറഞ്ഞപ്പോൾ അയാളെ വേട്ടയാടാനാണ് സർക്കാർ സംവിധാനങ്ങൾ നോക്കിയത്. സർക്കാർ ആശുപത്രികൾ മാത്രമല്ല, സ്കൂളുകളും മറ്റു ഓഫീസുകളും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ സ്ഥിതിവിശേഷത്തിലാണ്. അതിനൊരു അന്വേഷണ കമ്മീഷനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ഥലത്തെ വില്ലേജ് ഓഫീസറോട് ഒരു റിപ്പോർട്ട് തേടിയാൽ മതി. സർക്കാരിന്റെ പ്രവർത്തനത്തിന് ഫണ്ടിന്റെ കുറവുണ്ടായിരിക്കും, എന്നാൽ ദൂർത്തിനൊട്ടും കുറവ് കാണുന്നില്ല. 2 മിനിറ്റ് റീലിന് 35 ലക്ഷം കൊടുത്ത ആഭാസ നാടകങ്ങൾ പൊടിപൊടിക്കുന്നു. മന്ത്രിയെ വിമർശിക്കുന്നത് സ്വന്തം പാളയത്തിൽ നിന്നുള്ളവരാണ്. അവർക്ക് MLA ആയി തുടരാൻ പോലും യോഗ്യതയില്ല എന്നാണ് അവരുടെ പാർട്ടി സഖാക്കൾ എഴുതിയിരിക്കുന്നത്. CAG റിപ്പോർട്ടിൽ പല ന്യൂനതകളും നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വിമർശനത്തിന്റെ സമയമല്ല, പകർച്ചവ്യാധികൾ പടരുകയാണ്. നിപ്പ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ ഏത് സമയത്തും മനുഷ്യന്റെ ജീവൻ എടുക്കാവുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അതിന് സർക്കാർ ഹോസ്പിറ്റലുകൾ സജ്ജമാവണം. എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണം. ഇതിനൊന്നും മനസ്സില്ലാത്തവർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണവും ലാഭം പാർട്ടി സെക്രട്ടറി തന്നെ നടത്തി രോഗികളെ പിഴിയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞോ എന്നറിയില്ല. പനിക്കും ജലദോഷത്തിനും മറ്റ് പകർച്ചവ്യാധികൾക്കും പാർട്ടി ഓഫീസിൽ നിന്ന് നൽകുന്ന ന്യായീകരണ ക്യാപ്സൂളുകൾ മതിയാവില്ല. അതുകൊണ്ട് സഖാക്കളുടെ ആവേശം കൂട്ടാൻ മാത്രമേ കഴിയൂ. രോഗം മാറ്റാൻ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രിയിൽ എത്തിക്കണം. സർക്കാർ ആശുപത്രിയിൽ പാവങ്ങളെ ദുരിതക്കയത്തിലാക്കി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് പറക്കുന്നു. ആര് ചോദിക്കാൻ? കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിസ്വാർത്ഥനായ ഹൃദ്രോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ ചുമലിൽ കെട്ടി വീണയും വാസവനും ഇപ്പോൾ തടി തപ്പിയിരിക്കുകയാണ്. മിക്കവാറും ഇനി കൂടുതൽ നമ്മുടെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വീണ ജോർജും അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും കേരളത്തില് മുൻകാലങ്ങളിൽ എപ്പോഴും ഈ ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞിട്ടേ ഉള്ളൂ. വീണ ജോർജ് വന്നതോടുകൂടി അത് ഒന്നുകൂടി അതിന് ആക്കം കൂടുകയാണ് ചെയ്തത്. മെഡിക്കൽ വിഭാഗം എന്നല്ല, പണ്ട് ലോനപ്പൻ നമ്പാടൻ പറഞ്ഞത് മേഡിക്കൽ എന്നാണ്, മെഡിക്കൽ വിഭാഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മന്ത്രി വീണ ജോർജ് തന്നെ അവരുടെ സെക്രട്ടറിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. വീണയല്ല ഭരിക്കുന്നത്, വീണ മന്ത്രി തന്നെയാണ്. കഴിവില്ലാത്ത ഒരു മന്ത്രിയെ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടിയല്ലോ എന്നിങ്ങനെ ഓർക്കുകയാണ്. ഇടയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ വരെ പറഞ്ഞതാണ്, ഈ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, ഇങ്ങനെയുള്ള ഒരു മന്ത്രിയെ എന്തിനാണ് എന്ന് ചോദിച്ചതാണ്. ചിറ്റയം ഗോപകുമാർ അത് വേറൊന്ന്, എന്നാലും ഫോൺ വിളിച്ചാൽ എടുക്കണ്ടേ? അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ വിളിച്ചിട്ട് എടുക്കുന്നില്ല, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണമോ? എന്തായാലും CPM ഇപ്പോൾ ഒരു വലിയ ശാപമായി തീർന്നിരിക്കുകയാണ്, ഒരു വലിയ ഭാരമായി തീർന്നിരിക്കുകയാണ് വീണ ജോർജ്. അപ്പോൾ ഇതെവിടെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. സഭ തന്നതാണ്, അപ്പം 2 കൈയും നീട്ടി അവർക്ക് സ്വീകരിച്ചാലല്ലേ പറ്റുകയുള്ളൂ. സഭയെ തൃപ്തിപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് വീണയെ അത്ര പെട്ടെന്നൊന്നും രാജിവെപ്പിക്കില്ല. രാജിവെക്കണമെന്നുണ്ടെങ്കിൽ സഭ പറയണം, സഭയുടെ മുഖം മാറും. അടുത്ത തെരഞ്ഞെടുപ്പില് പിണറായി വിജയൻ ഏതെല്ലാം തരത്തിൽ ന്യൂനപക്ഷത്തെ ഇപ്പുറത്തേക്ക് ചേർത്ത് നിർത്താൻ പറ്റുമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണയെ രാജിവെച്ചിട്ട് വീണ്ടും സഭയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? അതുകൊണ്ട് വീണയ്ക്ക് കൊടുക്കാവുന്ന പരിഗണനയും സംരക്ഷണവും മുഴുവൻ പാർട്ടി കൊടുത്തുകൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംരക്ഷണമാണ്. 2021 മുതൽ ഇതിനേക്കാളും വലിയ വലിയ സംഭവവികാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതും കാലക്രമേണ മറഞ്ഞു പോകും എന്നാണ് CPM കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ 2026 കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങാമെന്ന മട്ടിലാണ് ഇപ്പോൾ CPM നിൽക്കുന്നത്. എന്തായാലും കേരളത്തിനൊരു വലിയ ശാപമായി തീർന്നിരിക്കുകയാണ്. ഇനി വിദേശത്തേക്ക് വിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ആരോഗ്യ രംഗം
ശുദ്ധീകരിച്ചെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വിദേശത്തേക്ക് നമുക്ക് വീണയെ അയക്കാം. അതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.